വിജയുടെ നമസ്കാരം. നമസ്കാരം. ആഫ്രിക്ക ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ G20 ഉച്ചകോടി നടക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. പക്ഷെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അദ്ദേഹം വസുദൈവ കുടുംബകം, ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നീ ദർശനങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പോരാത്തതിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തക്കായിച്ചി ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടുള്ള അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിനിടയിൽ വേറൊരു സംഭവം നടന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൽഹി ബ്ലാസ്റ്റിന് ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഉച്ചകോടിയിൽ പങ്കെടുത്തപ്പോൾ ഈ ഡൽഹി ബ്ലാസ്റ്റിനെ കുറിച്ചുള്ള അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് നേതാക്കളുമായി നടത്തി എന്നുള്ള സൂചനകളും എന്നുള്ള റിപ്പോർട്ടുകളും പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നുണ്ട്. ഡൽഹി ബ്ലാസ്റ്റിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അത് ലോകത്തെ അറിയിക്കുക എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തിനെ പല കാര്യങ്ങളും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു മുന്നൊരുക്കം പോലെ പ്രധാനമന്ത്രി അവിടെ ഈ കാര്യങ്ങൾ അനൌദ്യോഗികമായിട്ട് സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുക, എന്തിനായിരിക്കും പ്രധാനമന്ത്രി ഈ കാര്യം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇത് വലിയ രീതിയിൽ അസ്വസ്ഥതപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനോ ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ എന്തിനായിരിക്കും പ്രധാനമന്ത്രി G20-യിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ചയാക്കുന്നത്? അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, തിരിച്ചടി ഇനി വൈകില്ല എന്നുള്ളതാണ്. തിരിച്ചടി ഉറപ്പാണ്, അതിനി അധികം വൈകില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു റെക്കോർഡ് പരിശോധിച്ചാൽ, അതായത് ശ്രീ മോദി സർക്കാരിന്റെ ഒരു ഈ തിരിച്ചടി നൽകുന്നതിന്റെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ, ബാലക്കോട്ട് നടന്ന സംഭവത്തിന് മുമ്പും എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിക്കുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം നമ്മളൊപ്പം നിൽക്കുകയും ചില രാജ്യങ്ങൾ, നിൽക്കാൻ പറ്റാത്ത രാജ്യങ്ങൾ മൗനത്തിലേക്ക് പോവുകയും ചെയ്യുന്നതിന് പ്രധാന കാരണം, നമ്മൾ തിരിച്ചടിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും അത് ബോധ്യപ്പെടുത്താറുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഇവരെ ആക്രമിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഒരു രാജ്യത്തിന്റെ ഭൂമി കവരാൻ വേണ്ടിയിട്ടല്ല, സമ്പത്ത് കവരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത്. നമ്മളുടെ നേരെ നടക്കുന്ന അടിക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. സുരക്ഷയുടെ ഭാഗമാണ്, സെക്യൂരിറ്റിയുടെ ഭാഗമാണ് അത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അതിന് നമ്മൾ ടൈം എടുത്തു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് എന്തിന് ടൈം എടുക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ ടൈം എടുക്കുന്നു വെച്ചാൽ നമ്മൾ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി, ഇതാ ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ്, അവരുടെ മൊഡ്യൂളുകൾ വർക്ക് ചെയ്തിരുന്നു, അതിന്റെ തെളിവുകൾ നിരത്തി, ആയുധങ്ങൾ കാണിച്ചു കൊടുത്തു, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ആയുധങ്ങൾ കാണിച്ചു കൊടുത്തു, അവിടുന്ന് വന്നിട്ടുള്ള കോളുകൾ കാണിച്ചു കൊടുത്തു, ബ്ലൂ പ്രിന്റ് കാണിച്ചു കൊടുത്തു, എവിടുന്നാണ് ഭീകരർ വന്നതെന്ന് കാണിച്ചു കൊടുത്തു. ഈ തെളിവുകൾ ലോകരാജ്യങ്ങൾ, ഫ്രാൻസും അമേരിക്കയും റഷ്യയും ചൈനയും അടക്കം എല്ലാ രാജ്യങ്ങൾക്കും അത് ബോധ്യം വന്നതിന് ശേഷമാണ് നമ്മൾ അടിച്ചത്. അതായത് തിരിച്ചടിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് എന്താണ് ഒരു ന്യായം ഉണ്ടാകണം, അത് എല്ലാവർക്കും ബോധ്യമാകണം. അതിനുശേഷവും ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും സമാനമായ രീതിയിൽ തന്നെ ആണ് അത് നടന്നത്, എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇത്തരം നീക്കങ്ങൾ സാധാരണഗതിയിൽ ഫോൺ കോളിലൂടെയും മറ്റും ആണ് ഇതിന്റെ ഒരു ചർച്ചകളും മറ്റും പോകുന്നത്. അത് പിന്നീട് ഈ തിരിച്ചടിയൊക്കെ നൽകിയതിന് ശേഷമാണ് പലപ്പോഴും വാർത്തയാകാറുള്ളത്. പക്ഷെ ഈ വാർത്ത, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാർത്ത എങ്ങനെയാണ് വാർത്തയായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ശ്രീമാൻ നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ കണ്ടു, ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഇന്നലെയും ഇന്നുമായിട്ട് അദ്ദേഹം ചില രാഷ്ട്രത്തലവന്മാരെ കണ്ടിരുന്നു. ആ രാഷ്ട്രത്തലവന്മാരുടെ ഈ വിഷയമാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. അദ്ദേഹം അവിടെ പ്രധാനമായി ഊന്നൽ കൊടുത്തത് ഈ ഇരട്ടത്തീരുവ, അതായത് രണ്ടു തരം പെരുമാറ്റം, അതായത് എന്താണ് പറയുന്നത്, രണ്ട് രീതിയിൽ രാജ്യങ്ങളെ കാണുന്നത് അനുവദിക്കാൻ കഴിയില്ല. കാരണം ഭീകരവാദത്തിന് രണ്ട് നിലപാട് എടുക്കുന്ന അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ ഇരട്ടത്തീരുവ, അതായത് ഒരു കൂട്ടരും രണ്ട് രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, ഇരട്ടത്താപ്പ്, ഞാൻ ആ വാക്കാ തപ്പിക്കൊണ്ടിരുന്നു, ഇരട്ടത്താപ്പ് അനുവദിക്കാൻ കഴിയില്ല. കാരണം റഷ്യയുടെ നിന്ന് രണ്ട് രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നു, ഒരു രാജ്യത്തിന് താരിഫില്ല, ഒരു രാജ്യത്തിന് താരിഫ് അടിച്ചു കൊടുക്കും, ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ അത് വ്യക്തമാക്കുകയുമായിരിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വസുദൈവ കുടുംബകം എന്നുള്ള ഒരു വലിയ ഒരു ക്യാപ്ഷൻ തന്നെ അതിന് കൊടുത്തത്. ലോകം മുഴുവൻ ഒന്നായി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകേണ്ട ഈ സാഹചര്യത്തിൽ അതിനകത്ത് തന്നെ കുറുമുന്നണി രൂപീകരിക്കുന്ന തരത്തിലേക്ക് അത് പറ്റില്ല. ഭീകരവാദത്തിലും ഇരട്ടത്താപ്പ് പറ്റില്ല. ഒരു കൂട്ടർ ഭീകരവാദം ചെയ്യുമ്പോൾ അവർ ഭീകരവാദമല്ല ചെയ്തതെന്നും മറ്റൊരു കൂട്ടർ തിരിച്ചടിക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് പറയുന്നതിനോട് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയോട് ഈ വിവരങ്ങൾ, അതായത് ഈ ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയത് ആരാണെന്നും അതിന് പിന്നിലുള്ള എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ തിരിച്ചടിക്കുന്നത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും വേറൊരു കാര്യത്തോട് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ലല്ലോ. അപ്പം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യ വളരെ വേഗം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിലും റഷ്യയും ചൈനയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾക്കും ഈ തെളിവുകളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ടാകണം.
എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. പിന്നെ അതിനോട് ഒപ്പം തന്നെ മറ്റൊരു വാർത്ത നമ്മൾ ഇന്നലെ പറയാൻ വിട്ടുപോയൊരു വാർത്തയുണ്ട്. ഏതായാലും ഈ ദില്ലി സ്ഫോടനത്തിന്റെ കേസ് ദക്ഷിണേന്ത്യയിലേക്ക് അതിന്റെ ലിങ്കുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. കർണാടക, കാസർഗോഡ് ബോർഡറിൽ നിർത്തിനെ പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അധികം വൈകാതെ ഇങ്ങോട്ടേക്കും റെയ്ഡും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കാണുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു മുന്നൊരുക്കം നമ്മൾ ഈ ബാലക്കോട്ടിന് ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ദില്ലി ബ്ലാസ്റ്റിന് ശേഷം നമ്മളും അത്തരത്തിലൊരു നയതന്ത്ര നീക്കം, ഇതിപ്പോൾ ഈ നയതന്ത്ര നീക്കം പുറത്തായത് എങ്ങനെ, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിസ്കഷൻ നടന്നത്, ഈ വാർത്ത പുറത്തായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം G20 പങ്കെടുക്കാൻ പോയത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തായത്. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഫോൺ കോളിലും മറ്റുമാണ്. അതുമാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നമ്മുടെ അജിത് ഡോവലും ശ്രീമാൻ S ജയശങ്കറും ഒക്കെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. അതൊന്നും വലിയ വാർത്തകളായിരുന്നില്ല. അതെല്ലാം വളരെ പെട്ടെന്നുള്ള ഈ മിക്കവാറും ഒക്കെ എന്താണ്, നമ്മൾ ഈ വലിയ കരാറൊക്കെ ഒപ്പിടാൻ പോകുമ്പോൾ മാത്രമേ ഈ മന്ത്രിമാർ പോകുന്നത് വലിയ വാർത്തയാകാറുള്ളൂ, അല്ലെങ്കിൽ വാർത്തയാകില്ല. ജയശങ്കറൊക്കെ മാസത്തിൽ 1-2 തവണ റഷ്യയിൽ പോകുന്നുണ്ട്, അത് വാർത്തയായില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയിട്ട് വന്നതിന് ശേഷമാണ് അത് വാർത്തയാകുന്നത്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന വാർത്ത. അപ്പം പോകാറുണ്ട്, ചൈനയിൽ പോകാറുണ്ട്. ഇതൊന്നും വാർത്തയാകും. ഈ വാർത്തയാകുന്ന എപ്പോഴും വെച്ചാൽ കരാറും മറ്റുമൊക്കെ ഒപ്പിടുമ്പോൾ അതൊരു വലിയ ഹൈലൈറ്റ് ചെയ്യും ഇന്റർനാഷണൽ മീഡിയാസും മറ്റും. അല്ലാതൊക്കെ പോകുന്നൊന്നും ആരും അങ്ങനെ ഡിസ്കസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ എംബസികൾ വിവിധ രാജ്യങ്ങളുണ്ട്. എംബസി വഴിയൊക്കെയാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ, ഈ തെളിവുകളും മറ്റുമൊക്കെ കൈമാറുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യ ഒരു നീക്കം നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തിരിച്ചടി വൈകില്ല എന്ന് തന്നെയാണ്. അത് ഏത് നിമിഷവും അത് ഉണ്ടാകും എന്നുള്ള ഒരു ലക്ഷണം തന്നെയാണ് അത് കാണിച്ച് തുടങ്ങിയിരിക്കുന്നത്. അതായത് തിരിച്ചടി ഇന്ത്യ നൽകും എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. അപ്പൊ ഇനി അധികം വൈകില്ല. ഒരുപക്ഷെ ഈ ഡിസംബറോട് കൂടി തന്നെ അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള കാര്യം. അതിനിടെ ഇന്നലെ പാകിസ്ഥാൻ നമ്മളുടെ ജമ്മു കാശ്മീർ അതിർത്തിയിലേക്ക് ഒരു ഡ്രോൺ പറത്തിയിരുന്നു. അത് ആയുധങ്ങളോ മയക്കുമരുന്നുകളോ വിക്ഷേപിക്കാൻ അല്ലെങ്കിൽ അത് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ സൈന്യം കരുതുന്നത്. ഏതായാലും സാംബ എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു, ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലായിരുന്നു. പക്ഷെ അത് 2-3 മിനിറ്റ് മാത്രമാണ് ആകാശത്ത് കണ്ടത് എന്നാണ് സൈനികർ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പം അവരും ഒരു തരത്തിൽ അവിടെ ഒരു ഒരുക്കങ്ങൾ അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് നിമിഷവും ഇന്ത്യ അടിക്കും എന്നുള്ളത് അവർ നന്നായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒപ്പം തന്നെ ഇന്ത്യ നടത്തുന്ന ഈ നീക്കം, കാരണം ഇന്ത്യ ഒളിച്ചിരുന്ന് അടിക്കുന്ന ഒരു പരിപാടി ഇന്ത്യക്കില്ല. ഇപ്പം പാകിസ്ഥാനെ പോലെ ഈ തീവ്രവാദികളെ വിട്ടിട്ടുള്ള ബ്ലാസ്റ്റിംഗ് ചെയ്ത് സാധാരണ ജനത്തിനെ കൊല്ലുന്ന ഒരു പരിപാടിയില്ല. ഇന്ത്യ അടിക്കും എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് അടിക്കാറുള്ളത് എല്ലാ കാലത്തും. നമ്മൾ അടിക്കും എന്നുള്ളത് നമ്മുടെ നിലപാടാണ്. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർത്ത് കളയും എന്നുള്ളത് നമ്മുടെ നിലപാടാണ്. ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ള നിലപാടുകളാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ അവകാശമാണെന്ന് പറഞ്ഞ് നമ്മൾ പിന്തുണ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ തെളിവുകൾ നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അടിക്കാൻ പോകുന്നു, നിങ്ങൾ ഇന്ന് നാളെ ചോദിക്കരുത് എന്തിനാണ് അടിച്ചതെന്ന്. ഇവന്മാര് കാണിച്ച കൊള്ളരുതാഴിക ഇതാണ്, ഇല്ലെങ്കിൽ ഇവന്മാർ കാണിച്ച വൃത്തികേടുകൾ ഇതാണ്, ഇതിനാണ് ഞങ്ങൾ അടി കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നയതന്ത്ര നീക്കം നടത്തുന്നത്. ഏതായാലും ഇത്തരം വാർത്തകൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഏതായാലും അധികം വൈകില്ല ഒരു തിരിച്ചടിക്ക് എന്നുള്ളത് ആണ്. കാരണം അതിനുള്ള മുന്നൊരുക്കം തന്നെയാണ് നടത്തുന്നത്. അത് ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ആണ് അത് ഒരു വലിയ വാർത്തയായി മാറിയത് ഇത്തരം കാര്യങ്ങൾ. ഏതായാലും അദ്ദേഹം തന്നെ അതിന് നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം.